Question. Solve x y square dx plus 1 plus x square y dy is equal to 0. അപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു എക്സാക്റ്റ് പോലെ തോന്നാം, കാരണം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0ൻ്റെ ഫോർമാറ്റ് ഉണ്ട്. നമുക്കൊരു എക്സാക്റ്റ് നോക്കിയേക്കാം. അപ്പോൾ എക്സാക്റ്റിൻ്റെ കണ്ടീഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈസ് എക്സാക്റ്റ് ഇഫ് കണ്ടീഷൻ എന്താണ്? എമ്മിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എന്നിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിൻ്റെ ആൻസർ സെയിം ആണെങ്കിൽ എക്സാക്റ്റ് ആണ്. സൊല്യൂഷൻ കൂടെ എഴുതി വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. സൊല്യൂഷൻ ഈസ് ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ ഡി വൈ ഈക്വൽ ടു സി. ഇവിടെ വൈ കോൺസ്റ്റൻറ്റ്, ഇവിടെ എന്നിൻ്റെ താഴെ എടുക്കേണ്ടത് എന്താണ്? ടേംസ് വിത്തൗട്ട് എക്സ് വേണം എടുക്കാൻ. ടേംസ് വിത്തൗട്ട് എക്സ്. ഇതാണ് ഒരു എക്സാക്റ്റ് ആവാനുള്ള കണ്ടീഷൻ. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് എമ്മും എന്നും റെക്കഗ്നൈസ് ചെയ്യാം. സോ എം എന്ന് വെച്ചാൽ ഡി എക്സിൻ്റെ കൂടെ, ദാറ്റ് മീൻസ് എം ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി എൻ എന്ന് വെച്ചാൽ ഡി വൈയുടെ കൂടെ. സോ ഡി വൈയുടെ കൂടെ നമുക്കിത് കാണാൻ പറ്റും. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ, അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്നിലോട്ട് എടുത്തോളാം. അത് നമുക്കൊന്ന് ഡബിൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. നൗ ആദ്യം തന്നെ എക്സാക്റ്റ് ആവാനായിട്ട് ഡോ എം ബൈ ഡോ വൈ, അതായത് ഇതിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ അപ്പോൾ നല്ല മാർഗം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും ഡോ ബൈ ഡോ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഭംഗിയായിട്ട് ഡോ എം ബൈ ഡോ വൈ എന്ന് എഴുതാം. റൈറ്റ് സൈഡിൽ നമ്മൾ വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വൈ ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ്. എക്സ് വെറുതെ വെക്കാം. വൈ സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y. ഒന്ന് ഭംഗിയാക്കിയാൽ 2xy എന്ന് കിട്ടി. ഇനി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വേണ്ടത് ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഡോ ബൈ ഡോ എക്സ് രണ്ട് ഭാഗത്തും കൊടുക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഭംഗിയായിട്ട് ഡോ എൻ ബൈ ഡോ എക്സ്. റൈറ്റ് സൈഡ് ശ്രദ്ധിച്ച് നോക്കാം. എക്സ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, ഒരു പച്ചയുണ്ട്, ഒരു നീലയുണ്ട്. അപ്പോൾ പച്ച നോക്കിക്കഴിഞ്ഞാൽ 1, അവിടെ എക്സ് ഇല്ല. എക്സ് ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിഫറൻസ് ചെയ്ത് 0 പ്ലസ് നമുക്ക് നീല നോക്കാം. ആ എക്സ് ഉണ്ട്. അപ്പോൾ വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. വൈ വെറുതെ വെക്കാം. വൈ വെറുതെ വെച്ചു. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 2xy. നമുക്ക് രണ്ട് ആൻസർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഡോ എം ബൈ ഡോ വൈ കിട്ടിയത് 2xy, ഡോ എൻ ബൈ ഡോ എക്സ് കിട്ടിയത് 2xy. ദെയർഫോർ നമുക്ക് പറയാം ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വലാണ്. ദെയർഫോർ ഇത് എക്സാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. അപ്പോൾ എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ വേണം. ദെയർഫോർ സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതേണ്ടത്? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു സി. ഇവിടെ ഒരു ഇൻ്റഗ്രൽ, ഇവിടെ ഒരു ഇൻ്റഗ്രൽ. ഇവിടെ വൈ കോൺസ്റ്റൻറ്റ്, എന്നിൻ്റെ താഴെ ടേംസ് വിത്തൗട്ട് എക്സ്. ഇതാണ് കണ്ടീഷൻ. സോ നമുക്ക് നോക്കാം. എം, അപ്പോൾ എം ഇത് ക്വസ്റ്റ്യനിലുണ്ട്, നമ്മളെടുത്ത് ചെയ്തിട്ടുണ്ട്. എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. അവിടെ ഒന്നും എല്ലാം എടുത്തിരിക്കണം. നൗ എന്നിൻ്റെ അവിടെയാണ് പ്രത്യേകത. എന്നിൻ്റെ അവിടെ നോക്കാം. എക്സ് ഉണ്ടെങ്കിൽ വേണ്ട. നമുക്കവിടെ രണ്ട് ടേംസ് കാണാൻ പറ്റും. 1ഉം കാണാൻ പറ്റും, എക്സ് സ്ക്വയർ വൈയും കാണാൻ പറ്റും. 1ഉം കാണാൻ പറ്റും, എക്സ് സ്ക്വയർ വൈയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ് ഉണ്ടെങ്കിൽ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1ൻ്റെ അകത്ത് എക്സ് ഇല്ല. അപ്പോൾ നമുക്ക് 1 എഴുതാം. ഇനി എക്സ് സ്ക്വയർ വൈ നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ വൈ, അപ്പോൾ എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നതിൽ എക്സ് ഉണ്ട്. അപ്പോൾ ആ ടേം തന്നെ വേണ്ട. അപ്പോൾ അവിടെ നിന്ന് 1 മാത്രം എടുത്താൽ മതി. സോ 1 dy ഈക്വൽ ടു സി. നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യത്തതിനെ
എക്സ് വെച്ചാണ് ഇൻറ്റേഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ വൈ സ്ക്വയർ വെറുതെ വെക്കാം. എക്സിനെ എക്സ് വെച്ച് ഇൻറ്റേഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1. വൈ വെച്ച് ഇൻറ്റേഗ്രേറ്റ് ചെയ്താൽ 1y അഥവാ y ഇസ് ഈക്വൽ ടു സി. സോ ആൻസർ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് y ഇസ് ഈക്വൽ ടു സി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ.